നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ വിജയകരമായിക്കൊണ്ടാണ് വന്ദേ ഭാരത് കേരളത്തിൽ യാത്ര തുടരുന്നത്. ദിവസവും നിരവധി ആളുകളാണ് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നത്. പ്രധാനപ്പെട്ട മന്ത്രിമാരും MLA-മാരും MP-മാരൊക്കെ തന്നെ അത്യാവശ്യ യാത്രകളിലൊക്കെ തന്നെ വന്ദേ ഭാരത് ഉപയോഗിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. പലപ്പോഴും ടിക്കറ്റ് കിട്ടാനും വന്ദേ ഭാരതിലെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ദിവസവും ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെയാണ്. ഏതായാലും ഇപ്പോൾ വന്ദേ ഭാരതിൽ നിന്ന് എറണാകുളത്ത് നിന്ന് ബംഗളൂരിലേക്കുള്ള വന്ദേ ഭാരത് ട്രെയിനിൽ ചത്ത അണലിയെ കണ്ടെത്തിയ സംഭവമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് പുറപ്പെടാനിരുന്ന ട്രെയിനിന്റെ C6 കോച്ചിലാണ് ചത്ത പാമ്പിനെ കണ്ടത്. തുടർന്ന് ശുചീകരണ തൊഴിലാളികൾ എത്തി പാമ്പിനെ നീക്കിയ ശേഷമാണ് ട്രെയിൻ പുറപ്പെട്ടത്. സംഭവത്തിൽ റെയിൽവേ വിശദമായ അന്വേഷണം നടത്തും. കാരണം ഇത് യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പിഴവാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30-ഓടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. എറണാകുളത്തെ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന വിനു വർഗീസ് ഭാര്യയും 2 വയസ്സുള്ള കുഞ്ഞുമായി കോയമ്പത്തൂർക്ക് പോകാനായി തീവണ്ടിയിൽ കയറിയപ്പോഴാണ് പാമ്പിനെ കണ്ടത്. സീറ്റിലിരുന്നപ്പോഴാണ് തൊട്ടടുത്ത സീറ്റിൽ പാമ്പ് കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ അവർ പേടിച്ചുപോയി. പിന്നീടാണ് അത് ചത്തതാണെന്ന് മനസ്സിലായത്. പാമ്പിന് മുകളിൽ ഭാരമുള്ള എന്തോ വെച്ചതുകൊണ്ടാണ് ചത്തതെന്നും തോന്നുന്നു. എനിക്ക് മുന്നേ മറ്റൊരു സീറ്റിലിരുന്നയാൾ കണ്ടെങ്കിലും അയാൾ അത് കളിപ്പാട്ടമാണെന്നാണ് കരുതിയതെന്നും വിനു വർഗീസ് പറഞ്ഞു. യാത്രക്കാർക്ക് പരാതി ഉന്നയിക്കാനുള്ള റെയിൽ മദത് പോർട്ടലിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് റെയിൽവേ ജീവനക്കാർ എത്തി പാമ്പിനെ മാറ്റി. നമ്മൾ എന്ത് വിശ്വസിച്ച സീറ്റിലിരിക്കും? ഇത്രയും പണം മുടക്കിയല്ലേ യാത്ര ചെയ്യുന്നത്? പുറമേ നിന്ന് ഒരാൾ കൊണ്ടുവന്നിടുന്നതല്ലെന്ന് വ്യക്തം. പരാതിപ്പെട്ടപ്പോൾ റെയിൽവേ ജീവനക്കാർ വന്ന് മാപ്പെല്ലാം പറഞ്ഞു എന്നാണ് ഈ യാത്രക്കാരൻ വിനു പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് വന്ന തീവണ്ടിയായിരുന്നു ഇതെന്നും വൃത്തിയാക്കൽ പൂർത്തിയായിരുന്നതായും റെയിൽവേ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. വന്ദേ ഭാരതിൽ തന്നെയുള്ള ശുചീകരണ തൊഴിലാളികളാണ് സീറ്റുകൾ വൃത്തിയാക്കിയതെന്നും അന്വേഷണം നടത്തുമെന്നാണ് റെയിൽവേ പക്ഷം. അതേസമയം ട്രെയിൻ വൃത്തിയാക്കിയപ്പോൾ പാമ്പിനെ കണ്ടില്ലെന്നായിരുന്നു ജീവനക്കാർ അറിയിച്ചത്. സീറ്റുകളിൽ കുടിവെള്ളം വെക്കാൻ എത്തിയപ്പോഴും പാമ്പിനെ കണ്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ വന്നു? ട്രെയിൻ എവിടെയെങ്കിലും നിർത്തിയിട്ട സമയങ്ങളിൽ ട്രെയിനിനുള്ളിലേക്ക് കയറി ഇത്തരത്തിൽ സീറ്റിനുള്ളിൽ കുടുങ്ങിപ്പോയതാണോ എന്നുള്ളതൊക്കെ വിശദമായി പരിശോധിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള പിഴവുകൾ സംഭവിച്ചുകൂടാ. കാരണം വലിയ തരത്തിൽ ഇത് ആളുകളുടെ ഒരുപക്ഷെ അതിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ആ സീറ്റിൽ വന്നിരിക്കുന്ന യാത്രക്കാരനെ അത് കടിക്കുകയും പിന്നീട് അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുമായിരുന്നു. ഏതായാലും അത് ചത്ത നിലയിലാണ് കണ്ടെത്തിയത്. കുട്ടികളുമായിട്ടും മുതിർന്നവരുമായിട്ടൊക്കെ യാത്ര ചെയ്യുന്നതാണ് വന്ദേ ഭാരത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ പിഴവ് പോലും ആളുകളുടെ ജീവൻ അപകടത്തിലാക്കും. തീർച്ചയായിട്ടും റെയിൽവേ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെ ആ പാമ്പ് അവിടെ വന്നു എന്നും കൃത്യമായി തന്നെ അന്വേഷിക്കും എന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട്.